വീട്, അമ്മയും അച്ഛനും ഉള്ളിടം. 2-3 ദിവസത്തേക്ക് വിരുന്നുകാരിയായി എത്തിയിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ. വർക്ക് ഫ്രം ഹോം ആയതിനാൽ അച്ഛൻ്റെ പണിസ്ഥലം കയ്യേറി ദിവസം ആരംഭിച്ചു. എൻ്റെ പണിയായുധങ്ങൾ നിരത്തുന്നതിനിടെ അച്ഛൻ്റെ മേശ പരിശോധിക്കുന്ന പണ്ടത്തെ ശീലം തലപൊക്കിയിരിക്കുന്നു. ലേബർ ഇന്ത്യയിലെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാര പങ്ക്തിയും 8ാം ക്ലാസ്സിലെ കണക്ക് പുസ്തകവും പലതരം ഡിക്ഷണറികളും കഴിഞ്ഞ വർഷത്തെ ഒരു കല്യാണ കാർഡുമെല്ലാം പരിശോധിച്ചു. റിട്ടയർ ആയതിനു ശേഷമുള്ള അച്ഛൻ്റെ കൊച്ചു ട്യൂഷൻ ക്ലാസ്സിലേക്കുള്ള തയ്യാറെടുപ്പുശാലയും അതിനായുള്ള ആയുധങ്ങളുമാണിതൊക്കെ. ഭംഗിയായി അതെല്ലാം ഒരു വശത്തേക്ക് ഒതുക്കി ഞാൻ എൻ്റെ സ്ഥലവിസ്താരം കൂട്ടി. അച്ഛൻ്റെ സീരിയൽ കോലാഹലം കടന്ന് മാമ്പഴമണം പിടിച്ച് അടുക്കളയിലേക്ക്. അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് മാമ്പഴം കൈക്കലാക്കി പിന്നെ അതും നുണഞ്ഞായി പണിയെടുക്കൽ. ഇടയ്ക്കിടെ അടുക്കള സന്ദർശനങ്ങൾ നടത്തി. അതിനിടെ തിരികെ പോകുമ്പോൾ അവിടുന്ന് കടത്താനുള്ള നല്ല ചെടികൾ നോക്കിവച്ചു. പുതിയ ചെടികളുടെ എണ്ണമെടുത്തു. ഭംഗി ആസ്വദിച്ചു. കാറ്റു നുണഞ്ഞു. അപ്പോഴേക്കും അന്നത്തെ പ്രധാന ഭാഗത്തിന് സമയമായിരുന്നു. അമ്മയൊരുക്കിയ വിഭവങ്ങൾ വിളമ്പുമ്പോഴേക്കും വായിൽ കപ്പലോടിക്കാനുള്ള കൊതിപ്രവാഹം തയ്യാറായിരുന്നു എന്നുള്ളതാണ് സത്യം. മീൻമണം പിടിച്ച് അനുജത്തിയുടെ പൂച്ച സാർ ഹാജർ വെച്ചു. ഓർമ്മകളുടെ തണുവാർന്ന ഇടങ്ങളിലൂടെ കണ്ണോടിച്ച് കുറച്ചു നേരം. അതിനിടെ അമ്മയുടെ സാരി ശേഖരത്തിൽ നിന്നൊരെണ്ണം മടക്കിയെടുത്തു. അപ്പോഴേക്കും തിരികെ പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാനുള്ള സമയമായിരുന്നു. അമ്മ വൃത്തിയായി പൊതിഞ്ഞ് തയ്യാറാക്കിയ വീട്ടുസാധനങ്ങൾ കയ്യിലെടുത്ത് യാത്ര തിരിച്ചു. വർഷമിത്ര കഴിഞ്ഞിട്ടും വീട് വിട്ടിറങ്ങുമ്പോൾ പതിവ് പോലെ കണ്ണു നിറഞ്ഞിരുന്നു. ഇനി കുറച്ചു നേരത്തേക്ക് മനസ്സാകെ വേദന നിറയും. ദൂരേക്കകലുന്ന എൻ്റെ നാടിനെ തിരിഞ്ഞു നോക്കി ഒരു നെടുവീർപ്പിനൊപ്പം നിശബ്ദതയെ കൂട്ടുപിടിച്ച് കയ്യിൽ കരുതിയ പുസ്തകത്തിലേക്ക് മുഖം പൂഴ്ത്തി.